ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഒട്ടക റോസ്റ്റ് ആയിട്ടാണ്. പൊറോട്ടൻ്റെ കൂടെയാണ് ഈ ഒട്ടക റോസ്റ്റ് ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നമുക്ക് പോയി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടക റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോളം ഒട്ടകയിറച്ചി എടുത്തിട്ടുണ്ട്. ചെറുതാക്കി മുറിച്ചെടുത്തതാണ്. ഇത് കാണുമ്പോൾ നോക്കിക്കാൻ ബീഫ് പോലെ തന്നെയാണ് ഉള്ളത്. ഇത് ഞാൻ കഴുകിയെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾ, മുളക് എല്ലാം ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതൊന്നും ഞാൻ ആദ്യം വേവിച്ചെടുക്കണം, അതുകൊണ്ടാണ്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, അര ടീസ്പൂണോളം ഗരം മസാല, ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി, ഇത് നമ്മളെ ഗരം മസാല മുഴുവനും ഉള്ളതാണ്. ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 2-3 ഗ്രാമ്പു, ഒരു 1/2 ടീസ്പൂണ് മുഴുവൻ കുരുമുളക്, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടീസ്പൂണ് വലിയ ജീരകം, 1/2 ടീസ്പൂണ് ഉലുവ, അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത്, ഒരു പിടി കറിവേപ്പില, ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു തക്കാളി, ഇതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു 4-5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്തതൊരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് ഞാൻ ഇനി ഉള്ളി എല്ലാം കൂടി ഒന്ന് മസാല ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കറിവേപ്പില നല്ലോണം തോന്നിച്ച് അത് മൂത്തതിന് ശേഷം 2 പച്ചമുളക് മുഴുവനും ഇട്ട് കൊടുത്ത് ഒരു സവാളോളം ഉണ്ട്, ഒരു ചെറുതായി മുറിച്ചതായിരുന്നു, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഈ ഉള്ളി നമുക്ക് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഇത് ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതായതിൻ്റെ ശേഷം നല്ല വാടിയതിൻ്റെ ശേഷം ഒരു ചെറിയ തക്കാളിയായിരുന്നു, അത് ഇട്ട് കൊടുത്തു. അതും കൂടി ഇതിൻ്റെ കൂടെ നിന്ന് നല്ലൊന്ന് വാടി കിട്ടണം. ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കുറച്ച് ജീരകം എല്ലാം കൂടി ഇട്ട് എല്ലാം മസാല രീതിയിലാക്കി എടുത്തു. കുറച്ച് കുരുമുളക് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഈ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ഇറച്ചി ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റോളം ചെറിയ തീയിൽ ഞാൻ വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ മസാലേൻ്റെ കൂടെ ഈ ഇറച്ചിയും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാനാണ്. കുക്കറിൽ നിന്ന് ഞാൻ ഫുള്ള് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്, നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു നുള്ള് ഗരം മസാല ഞാൻ ഇട്ട് കൊടുത്തു, കുറച്ച് മല്ലിയില ഇട്ടു, നല്ല ഒന്ന് വറ്റിച്ചെടുത്തു. അങ്ങനെ നമ്മൾ ഒട്ടക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കൂടെ പൊറോട്ടയാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒട്ടക റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.